അസ്സലാമലൈക്കും. വലൈക്കുസ്സലാം. റസാഖ് ഭായ് ഇങ്ങോട്ടിരിക്കേ, ഇവിടെ ഇരിക്കും. അപ്പോൾ നാളെ ഇപ്പോൾ എപ്പോഴാണ് പോണത്? നാളെ 8 മണിയൊക്കെ. ഇൻഷാ അല്ലാ. പിന്നെ നമ്മളെ പ്രശാന്ത് ഉണ്ടല്ലോ, പ്രശാന്തിൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ പ്രശാന്തിൻ്റെ വീട്ടിൽ ഏൽപ്പിക്കുക. ഓൻ്റെ അമ്മൻ്റെ അടുത്ത് മാത്രം കൊടുക്കുക, വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല കേട്ടോ. ഇല്ല ഇല്ല. അത് തിരുവോണത്തിന് നമ്മുടെ കൂടെ ഓണം ഉണ്ണണം എന്ന് പറഞ്ഞ ആളാ. ഓൻ പോകാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രയാസം ഉണ്ടാവും അല്ലേ? മാനസികമായി തളർന്നിക്കണ. അതെ. വീട്ടിലേക്ക് ഫോൺ അടിക്കുമ്പോൾ എൻ്റെ ചേട്ടത്തിയമ്മയുടെ മൊബൈലിലേക്കാണ് അടിക്കുന്നത്. ചേട്ടത്തിൻ്റെയും ചേട്ടനും അമ്മയാണ് വീട്ടിലുള്ളത്. പക്ഷേ ഒരു കാരണവശാലും അമ്മക്ക് ഫോൺ കൊടുക്കണില്ല ചേട്ടത്തിയമ്മ. വയസ്സായ ആളാണല്ലോ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് അതിനുണ്ട്. പൈസ അയച്ചാലും ചേട്ടത്തിയമ്മ കൊടുക്കണില്ല. വളരെ ദയനീയ അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ ആ ഒരു വിഷമം നമുക്ക് നന്നായിട്ടുണ്ട്. പിന്നെ 5-6 മാസമായിട്ട് ഇപ്പോൾ ജോലി ഇല്ല. ഓന് ഈ തിരുവോണത്തിന് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞ ആളാ. പക്ഷേ ഈ അമ്മ മഹാഭാവം എപ്പോഴും അന്വേഷിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഒരു വിവരം കിട്ടണില്ല. അപ്പം നിങ്ങൾ അവരെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ പറയാം. ഒരു കാരണവശാലും നമ്മൾ പൈസ തന്നാന്ന് പറയണ്ട. പ്രശാന്തും അത് അറിയാൻ പാടില്ല, അവൻ്റെ അമ്മയും അങ്ങനെ അറിയണ്ട. നമ്മൾ കൊടുക്കുന്ന ആരും അറിയണ്ടല്ലോ. തീർച്ചയായിട്ടും. പാവാണ് അതിൻ്റെ അമ്മ. എപ്പോൾ നോക്കിയാലും അമ്മനെ കുറിച്ച് പറയാനേ അവളെ നേരമുള്ളൂ. ഒരുപാട് വർഷത്തെ ആഗ്രഹമായിരുന്നു അമ്മൻ്റെ ഒപ്പം കൂടിയിട്ട് ഒരു ഓണം സദ്യ കഴിക്കാൻ വേണ്ടി. പക്ഷേ ഇനി അടുത്ത തിങ്കളാഴ്ചയാണ് ഡോക്ടറെ കൊണ്ടെല്ലാം വേണ്ടി പറഞ്ഞു തന്നെ അത് കൊണ്ടുപോകണം. ഈ വിവരങ്ങളൊന്നും ഓനെ അറിയണ്ട. അല്ലാത്ത പ്രയാസമായിപ്പോയില്ലേ? എന്നാ ഞാൻ പോയി നോട്ടെ. ഭക്ഷണം കഴിക്കുന്നില്ല? ഭക്ഷണം വേണ്ട. അവിടെ ആളുകൾ കത്തിക്കുന്നുണ്ട്. അവര് മെസ്സിലേക്കുള്ള സാധനം വാങ്ങാൻ വേണ്ടിയിട്ടേ അവിടെ ആൾക്കാർ കത്തിക്കുന്നുണ്ട്. എന്നാ ശരി കേട്ടാ.